ഉദ്ദേശവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ഇത്തരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ ഒരു വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം വാസ്തവം? അങ്ങ് ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ ഇപ്പോൾ ഇത് പുറത്തു വന്നതിന് പിന്നെ? മുഖ്യമന്ത്രി അത് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ നിങ്ങളെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം സ്വാഭാവികമായും ശ്രമിച്ചു. പാർട്ടിയിൽ ഗൂഢാലോചന പ്രത്യേകിച്ച് പാർട്ടിയുടെ രണ്ടഭിപ്രായം സാഹചര്യം നിലപാട് എനിക്ക് ആരെക്കുറിച്ചും പരാതിയില്ല. ഈ പാർട്ടിക്ക് 2 MLA-മാരേ ഉള്ളൂ. ഇപ്പൊ അടുത്ത മന്ത്രിസ്ഥാനത്ത് എന്തെങ്കിലും ചർച്ചകൾ പാർട്ടി നടത്തിയിട്ടുണ്ട്? ചർച്ച നടത്തി ഏറ്റവും വന്നിരിക്കുന്ന ശബ്ദം താങ്കളുടെ തന്നെയല്ല. അതിൽ പ്രധാനമായിട്ടും അതൊരു ലൊക്കേഷൻ പറഞ്ഞു ഗോവ അടുത്ത കാലത്ത് ഈ സംഭവം നടന്നതായിരുന്നു. ഇത്തരത്തിൽ ഒരു ആരോഗ്യമായ സംഭാഷണം ഓർമ്മയിലുണ്ടാവും. മന്ത്രിയാകുമ്പോൾ പോകുന്ന സ്ഥലത്ത് ഓർമ്മയുണ്ട്. അങ്ങനെ വല്ല ജീവിതമില്ല ഈ ഓഡിയോ ക്ലിപ്പ് താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അല്ല ഞാനത് എനിക്കറിയില്ല. കൂടാതെ ഞാൻ പറയുന്നത് ഉത്തരമാണ്. താങ്കളെ പറ്റി ഒരു മാധ്യമം രാവിലെ ഒരു ആരോപണം ഉന്നയിക്കുക. താങ്കൾ ഒരു സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുന്നതിന്റെ ഓഡിയോ ക്ലിപ്പിട്ട് ആരോപണം ഉന്നയിക്കുക. അപ്പോൾ താങ്കൾ പറയണം എൻ്റെ ശബ്ദമല്ല, ഞാൻ അങ്ങനെ സംസാരിച്ചില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലിയറാണ്. അതായത് താങ്കൾ ഇപ്പോഴും നിഷേധിക്കാൻ തയ്യാറില്ല. താങ്കൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളായി ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. ഇവിടെ TV കാണുകയും ചെയ്യാം. താങ്കൾ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് താങ്കൾ അത് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം മാത്രമായി ഇവിടെ വ്യാഖ്യാനിക്കാൻ കഴിയും. കേൾക്കാത്തൊരു കാര്യത്തിന്റെ പുറത്താണോ രാജിവെക്കേണ്ടത്? ഞാനൊരു രാഷ്ട്രീയ ജീവി. എനിക്ക് ഏറ്റവും പ്രധാനം ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയമായി ഇതിൻ്റെ പശ്ചാത്തലം. ആ ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എൻ്റെ തീരുമാനമായി എൻ്റെ തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുക്കാൻ സ്വാഭാവികമായും നമുക്കെല്ലാം ആവശ്യമുള്ളത് ഒരു മനുഷ്യൊരു തീരുമാനമല്ലല്ലോ. ഞാൻ എൻ്റെ വലിയ നേതൃത്വമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. മുന്നണി നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ നമുക്ക് പറച്ചു കേട്ടില്ലാതെ പറയാം. ഇതിലതുകൊണ്ട് ഏറ്റവും ആദ്യം കണ്ടെത്തുന്നത് ഇത്
ഒരു കാരണവശാലും ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നം നിങ്ങളുടെ മുന്നണിക്കോ വോട്ട് നടക്കോ പ്രശ്നമാകാതെ എന്ത് തീരുമാനമെടുക്കണം. ഇനി എനിക്ക് എൻ്റെ തീരുമാനമായി ഇനി എനിക്ക് വസ്തുതാന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ ശശിക്ക് കഴിയുമല്ലോ. അതായത് മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച പ്രദേശം ഏറ്റവും ശരി ഏതാണ് ആ ശരി ചെയ്യുന്നു എനിക്ക് വിശ്വാസം. കാരണം എനിക്കിപ്പോഴും അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. കാരണം എൻ്റെ ഭരണത്തിൻ്റെ പ്രതികളും കൊണ്ടുവന്നില്ല. എൻ്റെ തീരുമാനങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ത് വന്നാലും ആരദ്ദേഹത്തെ സമീപിച്ചാലും ഇത് ശരിയായ തീരുമാനമെടുക്കാൻ ശശീന്ദ്രൻ അറിയുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചാൽ എന്ന അതിശക്തമായ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ശശീന്ദ്രൻ നല്ലപോലെ അറിയാനുണ്ട്. ഞാൻ അങ്ങോട്ടാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയ കാര്യം നമ്മളിങ്ങനെ നിർദ്ദേശം ചോദിക്കാൻ കാരണം മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു യുദ്ധക്കളത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ പ്രദേശമാണ്. അപ്പോൾ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു. ശശീന്ദ്രൻ്റെ തീരുമാനം ഇതാണ്, നല്ല തീരുമാനമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ വസ്തുതാന്വേഷണം കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം താൽക്കാലികമായിട്ടുള്ള മാറ്റം മാത്രമായിട്ടാണ് ഇതിനൊരു ടൈം ടേബിൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിയായി വരാൻ ഉദ്ദേശിച്ചില്ല. ഇങ്ങനൊരു രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുണ്ട്. കാരണം പ്രതിപക്ഷത്തിൻ്റെ കൂടെ സമാനമായ സാഹചര്യങ്ങളിൽ മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നതിന് അങ്ങനെ പറ്റില്ല. ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഒരു മന്ത്രി രാജിവെക്കുക ഇതിൽ ഒരു വലിയ പ്രത്യേകത സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് നമുക്ക് അന്വേഷിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതും താങ്കളുടെ പോലെ ഇതൊക്കെ ഇനിയുള്ള അന്വേഷണത്തിനാണല്ലോ മനസ്സിലായി. മിനിസ്റ്റർ ശബ്ദമാണെന്ന് തെളിയിക്കാനായിട്ട് ഇത്രയും സാങ്കേതിക വിദ്യയുള്ള കാലത്ത് അങ്ങനെയാണെങ്കിൽ താങ്കൾക്കായിട്ട് കിട്ടിയതല്ല, താങ്കളുടെ പാർട്ടിക്കായിട്ട് മുന്നണി അംഗമായതുകൊണ്ട് കിട്ടിയതാണ്. ഇപ്പോൾ അങ്ങേക്ക് തന്നെ വ്യക്തമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി മുന്നണി പാർട്ടിക്ക് കിട്ടിയ ഒരു സ്ഥാനം കളയുന്നത് അപക്വമല്ലേ? ഇത്ര സാങ്കേതിക വിദ്യയുള്ള കാലത്ത് അങ്ങേക്ക് ഒരു വളരെ കുറച്ച് നാൾ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അങ്ങയുടെ ഓഡിയോ ആണെന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ കഴിയും. പിന്നെ എന്തുകൊണ്ട് താങ്കൾ വേണ്ടി രാജിവെക്കുന്നത്? അത് തികച്ചും ഉദ്ദേശിച്ചത് ഇതെല്ലാം പറയുന്നത് വരെ സാധിക്കും. എന്നിട്ട് ഞാൻ നിരപരാധി എല്ലാവരും പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് ശരിയായ രാഷ്ട്രീയ നിലപാടെന്നാണ് അന്വേഷണത്തിന് നാളെ അന്വേഷണത്തിന് തുടങ്ങും. ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടരും. മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള അന്വേഷണം ശരിയല്ല എന്ന ആരോപണം ഉന്നയിക്കാൻ ധാരാളം സാധ്യതയില്ല നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. അതിനൊരു അവസരം ഒരുക്കി കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഒരു ലൈംഗികാരോപണം, ഗുരുതരമായ ആരോപണം, അത് ഭൂരിപക്ഷ കുറ്റസമമായി കണ്ടുള്ള ഇതിനെ വ്യാഖ്യാനിച്ചിറങ്ങിയിരിക്കുന്നത് ഞാൻ വളരെ ഹൃദയം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ? അല്ല, തോന്നലല്ല, യാഥാർത്ഥ്യമാണോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അറിവുമില്ലാത്തൊരു സംഭവത്തെ എന്തെങ്കിലും സ്ത്രീകൾ താങ്കളെ സമീപിക്കുകയോ അവരോട് ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്തു? ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകളോട് താങ്കൾ ഞാൻ ആരോടും ആവശ്യമില്ലല്ലോ. സംസാരിക്കുന്ന ആവശ്യമില്ല. എന്തുതരം അന്വേഷണമായിരിക്കും അന്ന് ഉദ്ദേശിക്കാൻ സജസ്റ്റ് ചെയ്യാം? ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അന്വേഷണം എന്നെപ്പറ്റി ഏതന്വേഷണം നേരിടാൻ അന്വേഷണം നടത്തുന്നുണ്ട്. ഏറ്റവും ശരിയായ അന്വേഷണം നടത്തണം. വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. അതിനല്ലേ വേണ്ടത്. അതിന് താങ്കൾ നിർദ്ദേശം ഇനി ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു അന്വേഷണം മുഖ്യമന്ത്രി നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തുകഴിയും.
ഈ ശബരിമല സ്ത്രീയായിട്ട് താങ്കൾ ബന്ധമില്ല. ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഒരു ഏത് സ്ത്രീയാണ് അറിയില്ല. ഏത് സ്ത്രീയാണെന്ന് ഈ ചാനലുകളൊന്നും പറയുന്നില്ലല്ലോ. ഒരു പരാതിക്കാരില്ല അങ്ങേക്ക് മുമ്പിലാണ് ഞാൻ ആ സാങ്കേതിക പ്രശ്നയെ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ നിരവധി രാജി വെക്കാതിരിക്കാൻ നിരവധി നിരവധി കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആ സാങ്കേതികത്തിലെല്ലാം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം പറയുന്നത് അന്വേഷണത്തിന് വഴിവെക്കണം. അന്വേഷണത്തിന് വഴിവെക്കണമെന്ന് ഞാൻ പാകിസ്ഥാനത്ത് കൊണ്ടുകൊണ്ടാണ് അന്വേഷണം നടന്നത്. സമാനമായ സാഹചര്യത്തിലും അല്ലാത്ത സാഹചര്യത്തിലും ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ് മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം പറ്റില്ലാന്നല്ലേ. ആ രാഷ്ട്രീയ നിലപാട് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളിൽ ഏതോ ഒരു ഘട്ടത്തിൽ ഏതോ ഒരു സ്ത്രീയുടെ ഒരു കോളാണ്, ഒരു ഫോൺ കോൾ, താങ്കളുടെ ശബ്ദം പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോള്. അങ്ങനെ ഒരു ഫോൺ കോള് ചർച്ചയാവുന്ന രീതിയിൽ ഒരു പുതിയ മാധ്യമം ഒരു പുതിയ ചാനൽ പ്രവേശനം ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനെ ഉദ്ധരിച്ചിട്ട് താങ്കൾ രാജിവെക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ധാർമ്മികമാണ്? അതിൽ എന്താണ് യുക്തിയുള്ളത്? ഒരു പുതിയ ചാനൽ വരികയാണ്, ഒരു പുതിയ ചാനലാണ് അവരുണ്ടാക്കിയിട്ട് ക്രിക്കറ്റ് ചാനലാണെങ്കിൽ താങ്കൾ തലക്കളയാവുന്ന ഒരു സാധനമാണ്. അത് ഉദ്ദേശിച്ചിട്ട് താങ്കൾ എങ്ങനെയാണ് രാജിവെക്കാൻ പോകുന്നത്? ശരി വ്യക്തികൾ എൻ്റെ ഭാഗം എന്നാലും ശരി തെറ്റുകൾ അന്വേഷിക്കണം. ഞാൻ നിഷേധിച്ചപ്പോൾ മാത്രം അത് ശരി തെറ്റ് ഏതാണെന്ന് ആവുന്നില്ല. ഞാൻ നിഷേധിച്ചു. പക്ഷേ ഞാൻ ആ വസ്തുത നിഷേധിക്കും. എന്നാൽ സമൂഹം അത് ചർച്ച ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് ഇതുകൊണ്ട് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ മന്ത്രിസ്ഥാനം ഇതുകൊണ്ടുള്ള അന്വേഷണം അറിയാൻ ഒരു ശരിയായ നടപടി എനിക്ക് തോന്നിയിട്ടില്ല. ഈ ശബ്ദത്തിൽ അവരുടെ സന്തോഷമാകുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നില്ലെന്നാണ് എന്നോട് കേട്ടത്. ഈ ധാർമ്മികതയുടെ കാര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോഴും അങ്ങ് ഇലക്ടർ എം എൽ എ അവരുടെ എത്തിലേക്ക് വേണ്ടേ രാഷ്ട്രീയ ധാർമ്മികത? അതേപടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഈ പറഞ്ഞാൽ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയ ഭൗതിക സാഹചര്യങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ധാർമ്മികത എന്തിലേക്ക് ആവശ്യമില്ല. അന്വേഷണം നടക്കണം എന്ന് ഞാൻ പറയുന്നത് ആ സമയത്ത് പദവിൽ പുതുന്നുകൊണ്ടുള്ള അന്വേഷണം ശരിയാണ് എന്നാണ് എൻ്റെ തോന്നുന്നത്. ഈ ആരോപണം വന്ന ഉടൻ തന്നെ കൂടുതൽ വിഷയമായ പ്രതിപക്ഷം പോലും വളരെ ശക്തമായ ആ രാജി ആവശ്യമായിട്ട് രംഗത്ത് വരുന്നതിന് മുമ്പ് രാജി പ്രഖ്യാപനം നടത്തുന്നത് ഈ ആരോപണം ശരിവെക്കുന്നതിൽ അംഗീകരിച്ചിരിക്കുകയാണ്. എനിക്ക് സന്തോഷമുണ്ട്. കേരള പ്രതിപക്ഷ നേതാക്കന്മാർ പോലും എന്നെ പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടില്ല എന്നുള്ളത് ആദ്യം. പക്ഷേ കേരളത്തിൽ ഒരു മാതൃകയാവാം. ഒരു ആരോപണം ഉന്നയിച്ചിട്ട് 24 മണിക്കൂറൊക്കെ തികയുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ അന്വേഷണത്തിന് ഉത്തരവ് ഒരു മന്ത്രി രാജിവെക്കുന്നു എന്ന് പറയുന്നത് ഒരു മോശമായ സന്ദേശം വെക്കേണ്ടിയിരുന്നില്ല. നിങ്ങളുടെ ആ സ്നേഹത്തിന് അതായത് ഇത് ആരാണ് പരാതിക്കാരി എന്ന് പോലും ഇല്ലാത്ത ഒരു സത്യരേഖയുടെ പേരിലാണ് താങ്കൾ രാജിവെക്കുന്നത്. അതിൽ എന്ത് താല്പര്യമാണ് താങ്കൾ പറയുന്നത്? എന്നെ അറിയുന്നത് കൊണ്ടാണ്. ശരി, അന്ന് തെറ്റുകാരനല്ലെങ്കിൽ തെറ്റുകാരനുണ്ടാകുമ്പോൾ തിരിച്ച് അന്വേഷണം നടത്തി തിരിച്ച് വരുമെന്നാണ് ഞാൻ ഈ പാർട്ടിയിലെ മറ്റേ എം എൽ എ എന്താ പറയുന്നത്? പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എന്താ? പ്രസിഡന്റിന്റെ നിർദ്ദേശവും പിന്നെ ആലോചിച്ചിട്ട് മതിയായിരുന്നു. പക്ഷേ ഞാനങ്ങനെ താങ്കൾക്കെതിരെ ഏതെങ്കിലും ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നേരത്തെ മന്ത്രിയായ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും അടക്കം പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണവും ഏതെങ്കിലും രീതിയിൽ കൂടാതെ നിങ്ങൾ സാധാരണ ഇത്തരം ആക്ഷേപത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു? ഈ ഘട്ടത്തിൽ ആരെക്കുറിച്ചും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ വിചാരിച്ചു. ഇതിന് മുമ്പ് എന്തെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? ഭീഷണിയോ അങ്ങനെ ഇതിന് മുമ്പ് ഇത്തരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ആ തരത്തിലെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? താങ്കളെ കൂടാതെ
രാഷ്ട്രീയ പ്രവർത്തകർക്ക് മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങ് ഈ പറഞ്ഞ ധാർമ്മികത MLA സ്ഥാനത്തിന് ബാധകമല്ലേ? അതേ നേരത്തെ ചോദിച്ച പോലെ MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങൊരു തീരുമാനം പറയാത്തത്? ഒരു ഫോണിൽ സംസാരിക്കാനുള്ള അമ്മയുടെ സ്വാതന്ത്ര്യം ഒരു പരാതി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അമ്മയുടെ പൗരാവകാശം ലംഘിക്കുന്നു, അമ്മയുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെന്ന് ഞാൻ പറഞ്ഞ അതിനെല്ലാം ഈ ഘട്ടത്തിൽ ഞാനത് പറയാം. ഇപ്പോൾ അത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടിയിട്ട് വരും. പക്ഷെ അതോടൊപ്പം ഈ ഘട്ടത്തിൽ ഞാൻ ഒരു എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സാഹചര്യം ഇതിപ്പോ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞിരുന്ന പോലെ തന്നെ കുറെ നേതാക്കളുടെ മന്ത്രിമാരടക്കമുള്ളവരെ ഫോൺ സ്റ്റോക്കുന്നു ഇന്ന് പല രീതിയിലും വരുന്നു. അങ്ങനെ ഫോണിന്റെ ഏരിയ മാത്രമായിരുന്നു. അല്ല, അങ്ങനെ സംശയിക്കുന്നുണ്ടോ? എനിക്ക് എന്നെ പറ്റി ഞാൻ ആ പേര് വെച്ച് ഈ പദവി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടരും. ഈ വിഷയത്തിൽ താങ്കൾ കുറ്റവാളിയല്ലാത്ത സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഉയർന്ന ഈ ആക്ഷേപത്തിനെതിരെ താങ്കൾ നേരിട്ട് മാനനഷ്ട കേസോ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്ന സാഹചര്യത്തിൽ അക്രമ കേസ് സഭയുടെ അന്വേഷണം ജസ്റ്റ് അറിയാൻ ആളുകൾ താല്പര്യമുള്ളൂ. മുഖ്യമന്ത്രി അന്വേഷിക്കുന്നത് ശരി, പക്ഷെ താങ്കളിലൊക്കെ അപകീർത്തികരമാവുന്നതാണോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരത്തിലൊരു കേസ് ഉദ്ദേശിക്കുന്നുണ്ട്. താങ്കൾ രാജിവെക്കുമ്പോൾ എല്ലാ കാര്യവും എനിക്ക് ചർച്ച ചെയ്യാൻ താങ്കൾ രാജിവെക്കുമ്പോൾ ഇതിന് നിദാന സംഭവത്തെ കുറിച്ച് അന്വേഷണം നടക്കണ്ടേ? ശരിയോ തെറ്റോന്ന് താങ്കളുടെ പാർട്ടിക്കാർക്കും ആ ജനങ്ങൾക്ക് അറിയാം. അതിനാണ് മുഖ്യമന്ത്രി ചിലമായ ഞങ്ങൾ ആവശ്യപ്പെടും, മുഖ്യമന്ത്രി ആവശ്യപ്പെടും ഈ കേസിലെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ വസ്തുതകൾ പുറത്തുകൊണ്ടുവരുമ്പോൾ അങ്ങനെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പേരാണെന്ന് തെളിയുന്നു. അങ്ങനെ തെളിയുമ്പോൾ അല്ലേ പിന്നത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ മേഡം ചോദിച്ചത് ഞാൻ ഒരു അന്വേഷണത്തിന് തയ്യാറാകുമ്പോൾ മധ്യസ്ഥാനത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം. നാളെ മാധ്യമങ്ങളായ നിങ്ങൾ തന്നെ ചോദിക്കും, മധ്യസ്ഥാനത്തിരിക്കേണ്ട അന്വേഷണം എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് വേണ്ടതിൻ്റെ വൈകൃതങ്ങൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എൻ്റെ യുക്തിക്ക് പിന്നെ ശരിയായ തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം എൻ്റെ നേതാക്കന്മാർ തൽക്കാലത്തേക്ക് പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടാവില്ല എന്നുള്ള ചില സൂചനകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അതായത് മറ്റൊരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ശരി.